സാർ, ഇറാനിലെ അവസ്ഥ കൂടുതൽ കൂടുതൽ മോശമായി പോവുകയാണ്. നിലവിലെ ഈ അവസ്ഥ വെച്ച് പോവുകയാണെങ്കിൽ ഭരണകൂടം താഴെ പോകുമോ? ഭരണകൂടം താഴെ പോകാനായിട്ട് കുറച്ച് കൂടി താമസമുണ്ട്. കാരണം IRGC ഉണ്ടല്ലോ, ആ സംഘടനയുടെ നട്ടെല്ലൊടിയണം. പറഞ്ഞാൽ സംഘടന എന്ന് പറഞ്ഞാൽ ഈ പട്ടാളം, ഖമനിയുടെ കൂടെ നിൽക്കുന്ന പട്ടാളത്തിൻ്റെ നട്ടെല്ലൊടിയണം. അത് നട്ടെല്ലൊടിയുക എന്ന് പറഞ്ഞാൽ ആ പട്ടാളം പ്രക്ഷോഭകരുടെ കൂടെ ചേരുന്ന ഒരു ഘട്ടം എത്തണം എന്നുള്ളതാണ്. അതിന് അധികം താമസം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അടങ്ങുന്നില്ലല്ലോ. ഇല്ല, നഗരങ്ങൾ മുഴുവൻ പ്രക്ഷോഭകർ പിടിച്ചെടുത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇറാൻ. അതുകൊണ്ട് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട്, അവിടെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഫോണുകള്, ഇതൊക്കെ വിച്ഛേദിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ അവിടുന്ന് അതായത് രാജാവും റാണിയും പലായനം ചെയ്തല്ലോ 1979. പലായനം ചെയ്തിട്ടൊരു 40 കൊല്ലമായിട്ട് കിരീടാവകാശി റേസ പഹ്ലവി 40 കൊല്ലമായിട്ട് അമേരിക്കയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം 17ാമത്തെ വയസ്സിൽ ഈ യുദ്ധവിമാനം പറത്താനുള്ള പരിശീലനത്തിന് പോയതാണ് അമേരിക്കയിൽ. പിന്നെ മടങ്ങി വരേണ്ടി വന്നിട്ടില്ല. കാരണം വിപ്ലവത്തിന് തലേ വർഷമാണ് അമേരിക്കയിലേക്ക് പോയത് റേസ പഹ്ലവി. അപ്പോൾ റേസ പഹ്ലവിയെ ഉടനെ ഞാൻ കാണുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കാണും എന്ന് വേണം. രാഷ്ട്രീയക്കാര് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നുള്ള അർത്ഥം കൂടിയൊക്കെ ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഏതാണ്ടൊക്കെ റേസ പഹ്ലവി അമേരിക്കയിലെ അധികാര കൈമാറ്റത്തിന് പരിശീലനം കൊടുത്ത് തയ്യാറെടുത്ത് നിർത്തിയിരിക്കുന്ന പോലെയാണ് ഇപ്പോ റേസ പഹ്ലവി സംസാരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയാണ്? കാരണം വെള്ളിയാഴ്ച അവിടെ നഗരങ്ങളിലൊക്കെ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനെ അദ്ദേഹം പ്രശംസിച്ചു അമേരിക്കയിലിരുന്ന്. ഇപ്പൊ അമേരിക്കയിലിരുന്ന ആഹ്വാനം ഏതാണ്ട് എല്ലാ ദിവസവും മുഴക്കുന്നുണ്ട് അദ്ദേഹം. അപ്പൊ ശനിയും ഞായറും എന്നിട്ട് പറഞ്ഞു, ശനിയും ഞായറും ഇന്ന് നമ്മൾ കൂടുതൽ പ്രതിഷേധം നടത്തണം അവിടെ നഗരങ്ങളിലും തെരുവുകളിലും എന്ന് ആഹ്വാനമുണ്ട്. ഇപ്പൊ 75 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ പ്രതിഷേധങ്ങളിൽ. അപ്പം അദ്ദേഹത്തിന്റെ ആഹ്വാനം നഗരങ്ങൾ പിടിക്കാൻ തയ്യാറെടുക്കുക എന്നുള്ളതായിരുന്നു. വെറുതെ പ്രതിഷേധം നടത്തുക എന്നുള്ളതല്ല, ഇറാൻ നമ്മൾ പിടിച്ചെടുക്കുക എന്നുള്ള ആഹ്വാനമാണ് വന്നിരിക്കുന്നത്. ആ ആഹ്വാനം ഈ പറഞ്ഞ പോലെ പട്ടാളം കൂടി ചെവിക്കൊള്ളുക എന്നുള്ളതാണ്. ഈ പ്രതിഷേധിക്കുന്ന ആളുകളെ അവർ ദൈവത്തിന്റെ ശത്രുക്കൾ, അവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഖമനിയുടെ ഏറ്റവും അവസാനത്തെ ആഹ്വാനം. ദൈവത്തിന്റെ ശത്രുക്കൾ. അങ്ങനത്തെ ഈ മതപരമായ ആഹ്വാനമൊക്കെ പട്ടാളം കേൾക്കുമോ എന്നുള്ളത് നോക്കണം. അപ്പൊ 2 ആഴ്ചയായി ഇപ്പോൾ മൊല്ലാക്കന്മാരെ ഇറങ്ങിപ്പോകണം എന്ന് ജനം ആവശ്യപ്പെടുന്നു. ഇപ്പൊ അവിടെ ട്രെൻഡിങ് ആയിട്ട് കുറെ വൈറൽ വീഡിയോസ് ഒക്കെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ ഖമനിയുടെ ചിത്രമുള്ള ഒരു ചിത്രം ഉള്ള കടലാസ് കത്തിക്കുക, ഇങ്ങനെ കത്തുന്ന കാണാം ഖമനി. ആ തീയിൽ നിന്ന് സിഗരറ്റ് കൊളുത്തുക. ഇത് ഈ വീഡിയോസ് ധാരാളം വരുന്നുണ്ട് സ്ത്രീകളുടെ. അത്രയും അവർക്ക് മടുത്തിരിക്കുന്നു. അപ്പോ ഈ പഹ്ലവി പറഞ്ഞിരിക്കുന്നത് ഈ മൂത്ത മകനാണ്, പലായനം ചെയ്ത ഷായുടെ മൂത്ത മകനാണ് റേസ പഹ്ലവി. 1978 17ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് പോയി യുദ്ധ വൈമാനികനാകാൻ വേണ്ടി പോയതാണ്. ഷായും ഭാര്യയും പലായനം ചെയ്ത ശേഷം ഇയാൾ മടങ്ങിയില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് അവസാന പോരാട്ടമാണ്, ഞാൻ എൻ്റെ നാട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഷാ നീണാൾ വാഴട്ടെ. ഇപ്പൊ അവിടെ ഈ തെരുവുകളിലും മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യം ജാവിദ് ഷാ എന്നാണ്. ജാവിദ് ഷാ എന്ന് പറഞ്ഞാൽ ഷാ നീണാൾ വാഴട്ടെ എന്നാണ്. അപ്പോ ഖൊമൈനിയാണ് ഇപ്പൊ ഖമനി, മുമ്പ് ഖൊമൈനിയാണ് 1979 ഷാ മുഹമ്മദ് റാസ പഹ്ലവിയെ അവിടെ സ്ഥാനഭ്രഷ്ടനാക്കിയത്. അപ്പോ ഇപ്പോ ഈ മൂത്ത മകൻ റേസ പഹ്ലവിയുടെ ആഹ്വാനത്തിന് ശേഷം ആണ് ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് വ്യാഴാഴ്ച മുതൽ അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ വിമതർ
വഴിയും ഒക്കെയാണ്, മറ്റു രാജ്യങ്ങൾ വഴിയും ഒക്കെയാണ് കിട്ടുന്നത്. 222 സ്ഥലങ്ങളിൽ ഈ പ്രക്ഷോഭകാരികൾ ഈ തീ വയ്ക്കുക, ആക്രമണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇറാനിൽ 222 സ്ഥലങ്ങളിൽ കാറ് കത്തിക്കുന്നു, ട്രക്ക് കത്തിക്കുന്നു, ബസ് കത്തിക്കുന്നു. ഇതൊക്കെ ഇത്രയും സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഡിസംബർ 28 തുടങ്ങിയതാണിത്. ജനുവരി 6 റേസ പഹ്ലവിയുടെ ആഹ്വാനം വന്നു, ഞാൻ മടങ്ങാൻ പോവുകയാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ അയാൾക്ക് എത്ര പിന്തുണ ഇറാനിലുണ്ട് എന്നാണ്. ഇപ്പോഴത്തെ സർവേകളൊക്കെ പ്രകാരം ഒരു ഈ രാഷ്ട്രീയ പണ്ഡിതന്മാരുടെയൊക്കെ, ഇറാൻ പണ്ഡിതന്മാരുടെയൊക്കെ വിശ്വാസം 35% ജനങ്ങൾ ഈ കിരീടാവകാശിയെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ IRGC പട്ടാളം, വേറൊരു സേനയുണ്ട്, സസ്മ സി ബാസിജ് ഇ മൊസ്താഖ്ഫിൻ എന്ന് പറയുന്ന സേന, ബാസിജ് സേന എന്ന് പറയുന്നത്, അതും കൂടിയുണ്ട്. ഈ സേനകളുടെ കൂടി നട്ടെല്ലൊടിഞ്ഞാൽ ഈ ഭരണകൂടം വീഴും, അയാൾ റഷ്യയിലേക്ക് പലായനം ചെയ്യും. അയാൾ തയ്യാറെടുത്തിട്ടുണ്ട്. അയാളും 20 കുടുംബാംഗങ്ങളും സഹായികളും, മോയ്ത ഖമേനി മകൻ ഉൾപ്പെടെ. അപ്പോൾ ഇപ്പോൾ പട്ടാളം പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും കത്തിക്കും, നശിപ്പിക്കും, ശത്രുവിൻ്റെ ലക്ഷ്യങ്ങൾ തകർക്കും എന്നൊക്കെയാണ് പറയുന്നത്. ട്രംപ് പറയുന്നത് ആക്ഷന് സമയമായി, ഞങ്ങളുടെ സൈനികരുടെ ബൂട്ടുകൾ ഇറാനിലെ മണ്ണിലുണ്ടാകണമെന്നില്ല, പക്ഷെ വേദനിക്കുന്നിടത്ത് ഞങ്ങൾ കുത്തും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രംപും ആക്ഷൻസ് കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ഞാൻ പക്ഷെ ഇപ്പൊ ഈ റേസ പഹ്ലവിയെ കാണുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഖമനേയി വെള്ളിയാഴ്ച പറഞ്ഞു ഞങ്ങൾ തലകുനിക്കില്ല എന്ന് പറഞ്ഞു. ട്രംപിനെ തൃപ്തിപ്പെടുത്താനായിട്ട് പ്രക്ഷോഭകർ തെരുവുകൾ നശിപ്പിക്കുകയാണ് എന്നും ഖമനേയി പറഞ്ഞു. അപ്പോൾ നൊബേൽ ജേതാവ് ഷിറിൻ എബാദി പറഞ്ഞു പട്ടാളം കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് വന്നിരിക്കുന്നതെന്ന്, അവിടെ കൂട്ടക്കൊലകൾ നടക്കാൻ പോകുന്നു എന്നാണ് ഷിറിൻ എബാദി പറയുന്നത്. പിന്നെ ഈ കരാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നഗരസഭയുടെ മന്ദിരത്തിന് തന്നെ തീയിട്ടിട്ടുണ്ട് പ്രക്ഷോഭകര്. ഷിറാസ് ഖോം എന്ന് പറഞ്ഞാൽ ഈ മദ്രസകളുള്ള വിശുദ്ധ നഗരമാണ്. ഹമേദൻ, അവിടെയൊക്കെ പട്ടാളക്കാരെ പ്രക്ഷോഭകർ തട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഒരുപാട് പട്ടാളക്കാരുടെ ജഡം വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ 2022 മഹ്സ അമിനിയെ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചില്ല എന്നും പറഞ്ഞിട്ട് കൊന്നു. ആ സമയത്തും ഇതുപോലെ ഈ ഖമനേയിയുടെ ചിത്രം വെച്ച് കടലാസുകൾ സ്ത്രീകൾ കത്തിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ 2025 ഒമിക് ബർലക് എന്ന് പറഞ്ഞൊരു ഇറാൻ പൗരൻ ഖമനേയിയുടെ ചിത്രം കത്തിക്കുന്നത് പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ജഡം അയാളുടെ കാറിൽ കാണപ്പെട്ടു. പട്ടാളം തീർത്തു ശരിപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷെ ആ ഭയമില്ലാതെയാണ് ഇപ്പൊ സ്ത്രീകൾ ഇയാളുടെ ചിത്രം കത്തിക്കുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഈ സിഗരറ്റ്, ഇയാളുടെ ചിത്രം കൊളുത്തി സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീ പറയാണ്, എനിക്ക് ഭയമില്ല, 47 വർഷമായി ഞാൻ മരിച്ചിട്ട്. 47 വർഷത്തിന്റെ കണക്ക് 1979 വിപ്ലവം, ഈ മതരാഷ്ട്ര വിപ്ലവം നടന്ന ശേഷം എല്ലാവരും മരിച്ചിരിക്കുകയാണ്, ജനം മരിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനിൽ മാറ്റം വരും. അദ്ദേഹം പ്രതീക്ഷിച്ചതിനപ്പുറം നഗരങ്ങൾ പ്രക്ഷോഭകർ പിടിച്ചു കഴിഞ്ഞു. പിന്നെ പറയുന്നത് ഹിസ്ബുല്ലെ ഇറാഖി ഭടന്മാരെ ഖമനേയി രംഗത്തിറക്കിയിരിക്കുന്നു. ഈ പ്രക്ഷോഭകരെ നേരിടാൻ ഹിസ്ബുല്ലെയും ഇറാഖി ഭടന്മാരെയും കൂലിപ്പട്ടാളം എന്നുള്ള നിലയ്ക്ക് ഇറക്കിയിരിക്കുന്നു. രാജ്യത്തിൽ തന്നെ ഒറ്റിക്കൊടുക്കുകയാണ് ഖമനേയി എന്നാണ് ഇപ്പൊ പറയുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.